ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കസോളിലെത്തിയിട്ട് വേറെ വീഡിയോസും ചെയ്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഹെൽത്ത് കുറച്ച് പണി കിട്ടി. എനിക്ക് പനിയൊക്കെ പിടിച്ച് യൂറിനറി ഇൻഫെക്ഷനൊക്കെ പിടിച്ചിട്ട് ആകെ ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം ഇവിടെ ഹോസ്പിറ്റൽസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് എവിടെയും ക്ലിനിക്കിലൊന്നും കാണിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ആകെ മെഡിക്കൽ ഷോപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിന്ന് തിരിച്ചു പോവാണ്. ഇന്ന് നമ്മൾ കസോളിൽ നിന്ന് ഡൽഹിക്ക് പോകും. രാത്രി 8:30 നമ്മുടെ ബസ്. അപ്പോൾ നമ്മൾ എന്തായാലും വന്നാലെന്ന് വെച്ചിട്ട് ഇവിടെ അടുത്തുള്ളൊരു വില്ലേജ് കാണാൻ പോകും. എന്താ പറയുക വില്ലേജിൻ്റെ പേര്? ചലാൽ വില്ലേജ്. അതായത് ഒരു അരമണിക്കൂർ വാക്കുണ്ട് നമുക്ക്. കസോൾ ടൗണിൽ നിന്ന് അരമണിക്കൂർ നടക്കാനുണ്ട്. പക്ഷെ നടക്കുന്ന റോഡ് അടിപൊളി കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതൊരു കഫേയാ, റിവർ സൈഡ്. എന്ത് രസാറ്. ഇവിടെ ഒരു ടാർപ്പായ വലിച്ചു കെട്ടി 2 ബുദ്ധിസ്റ്റ് ഫ്ലാഗും കൂടി തൂക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഫേ ആയി. ആളും കയറുന്നുണ്ട്. അതെ, എല്ലാ ഷോപ്പിലും ആളും ഉണ്ട്. പിന്നെ ഒരുപാട് ഫോറിനേഴ്സിൻ്റെ ഷോപ്പ് ഉണ്ട് ഇവിടെ. ഷോപ്പ് കഫേ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ടാർപ്പായ വലിച്ചു കിട്ടുക. മറ്റേ നമുക്ക് ആ തട്ടുകട കാണിച്ചു കൊടുക്കാം. ഏത്? ഞങ്ങളൊരു ഫോറിനറിൻ്റെ തട്ടുകട കാണിച്ചു തരാം കേട്ടോ. ഒന്നുമില്ല, ഒരു ടാർപ്പായ വലിച്ചു കെട്ടിയൊരു ഗ്യാസും 2 മാഗി, ഒരു ഓംലെറ്റും. അത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് വരെ കഫേയാ. ഇപ്പം ഞങ്ങൾ പോകുന്ന വഴിയുണ്ടോ, ഈ വഴി വണ്ടി വരുന്ന കേട്ടോ. വണ്ടി കടന്നു പോകുന്ന വഴിയാണ്. ഇവർ ഈ സൈഡ് ഇടിഞ്ഞു പോകുമ്പോൾ പിന്നെ ഈ സൈഡിൽ നിന്ന് റോഡ് വെട്ടും. ഇത് തന്നെ പരിപാടി. ഇപ്പോൾ വെള്ളം കുറവാണ്. പക്ഷെ അന്നേരം ഞങ്ങൾക്ക് ഇന്ന് രാവിലെ ചെറുതായിട്ടൊരു മഴ പെയ്തായിരുന്നു. ഇന്ന് വെയിലില്ല. അതുകൊണ്ട് അത്യാവശ്യം തണുപ്പുണ്ട്. അപ്പം നമ്മളെന്തായാലും വന്നാലേന്ന് വെച്ച് പോവാം കേട്ടോ. ഈ റോഡ് സീനാട്ടോ. നമുക്ക് കാറിനൊക്കെ വരുമ്പോൾ പേടിയാവും. കറക്റ്റ് ഒരു വണ്ടിക്ക് പോകാനുള്ളൊരു പാത്തേ ഉള്ളൂ. ഇവിടെ ഏത് വില്ലേജിൽ പോയാലും എത്ര ഉള്ളിൽ പോയാലൊക്കെ അവിടെ എന്തെങ്കിലും കഫേയും കാര്യങ്ങളും ഷോപ്പൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ മൊത്തത്തിൽ ഇപ്പോൾ ഇവിടെ വലിയ സീസൺ അല്ലാണ്ട് വലിയ റഷില്ല. ഇന്നലെ ഫുള്ള് ഫാമിലീസിൻ്റെ തിരക്കായിരുന്നു. കാരണം വീക്കെൻഡ് ആയതുകൊണ്ട്. ഇതുണ്ടോ, ഒരു ബായി ഫുള്ള് മറ്റേ വേൽപുരീൻ്റെ സാധനങ്ങൾ കൊണ്ട് പോവുക. കാരണം പുള്ളിക്ക് അവിടെ വില്ലേജിൻ്റെ അടുത്ത് വരെ കടയുണ്ടാവും. ഇവിടെ ആൾക്കാർ ഗ്യാസ് കുറ്റി വരെ തല ചുമന്നുകൊണ്ടാണ് പോകുന്നത്. 4-5 കിലോമീറ്ററൊക്കെ. പക്ഷെ റിവർ അടിപൊളിയല്ലേ? പാർവതി റിവർ ഉള്ളത്. ഇതാണ് പാർവതി റിവർ കേട്ടോ. ഈ ഓപ്പോസിറ്റ് കാണുന്നതുണ്ടോ, ഇത് കസോൾ ടൗണും ടൗണിൻ്റെ ബാക്കിലുള്ള പ്രോപ്പർട്ടീസ് ആട്ടോ. മെയിൻ കസോൾ ടൗണിൻ്റെ ബാക്ക് സൈഡാണത്. നമുക്കിനി ഇവിടെ നിന്നൊരു 20 മിനിറ്റ് 25 മിനിറ്റ് നടക്കാനുണ്ട്. വലിയ കയറ്റമൊന്നുമില്ല, ചെറിയൊരു കയറ്റം ഇറക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നിരന്ന റോഡാണ്. പണ്ട് ഇപ്പോൾ ഞാൻ വരുന്നതിന് മുമ്പ് എൽബിൻ പണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ വണ്ടി റോഡൊന്നുമില്ല, വണ്ടിയൊന്നും പോകത്തില്ല. പക്ഷെ ഇപ്പോൾ അത്യാവശ്യം ചെറിയ വണ്ടികളൊക്കെ പോകട്ടെ അങ്ങോട്ട്. അവിടെ മൊത്തത്തിൽ വില്ലേജിലേക്ക് എത്തത്തില്ല, തൊട്ടടുത്ത് വരെ പോകും വണ്ടിയൊക്കെ. കണ്ടോ, ഇതൊക്കെ ഒരു വേണമെങ്കിൽ കഫേ എന്ന് പറയാം. തുറന്ന് കഫേന്ന് ബോർഡ് വെച്ചാൽ കഫേ ആയി അല്ലേ? ഈ പാറയുടെ ഒക്കെ വലിപ്പം കണ്ടോ, എന്നാ വലിപ്പമാണ്. ഞാൻ ഇവിടുത്തെ റോഡ് പൊളിഞ്ഞ് പോയി കാണിച്ചു തരാവേ. ഇത് കാറ് പോകുന്ന റോഡാണ്. ഇത് കണ്ടോ, നമ്മളൊന്ന് കാല് തന്നെ വീണ് കഴിഞ്ഞാൽ ഇത് കണ്ടോ, നമ്മളൊന്ന് കാല് തന്നെ വീണ നേരെ പാറേൻ്റെ കൊണ്ട് തലയോ എന്തെങ്കിലും കടിച്ചാവും. ഇവിടെ റോഡ് പൊളിയും, അവരുണ്ടാക്കും, പൊളിയും ഉണ്ടാക്കും. ഇത് തന്നെ ഉണ്ടോ, ഇവിടെയൊക്കെ ഓരോ കഫേ കേട്ടോ. മൊത്തം ഫോറിനേഴ്സും നോർത്ത് ഇന്ത്യൻസും, കൂടുതൽ പഞ്ചാബീസ് ഇവിടെ. അതായത് അവർക്ക് പഞ്ചാബിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരിക എന്ന് പറയുന്നത് ഭയങ്കര എളുപ്പമാണ്. ഒരു 200 കിലോമീറ്റർ 250 കിലോമീറ്റർ ഉള്ളൂ. നമ്മളിപ്പോൾ മൂന്നാർ പോകുന്നവരൊക്കെ ഉള്ളൂ അവർക്ക് ഹിമാചലൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആണ് കൂടുതലും പഞ്ചാബീസിനായിട്ടോ നമ്മൾ കാണുന്നത്. ഇവിടെയൊക്കെ ഒരു ഫ്ലവർ ഉണ്ട് കേട്ടോ, നൈസ്. അതിൻ്റെ ബാക്കിൽ മൊത്തം പൈൻ ട്രീസാണ്. ഈ പൈൻ ട്രീസിൻ്റെ ഇടയ്ക്ക് നടക്കാൻ അടിപൊളി കേട്ടോ. നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് കിടക്കുമ്പോൾ പിന്നെ നമുക്ക് 2 സൈഡ് മൊത്തം പൈൻ ട്രീസാണ്. നല്ല രസമാണ് കാണാനായിട്ട്. പക്ഷെ നമുക്ക് അതൊന്നും ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. കാരണം നമുക്ക് ഹെൽത്താണല്ലോ മുഖ്യം. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവാം. ഇത് കണ്ടോ, നമ്മളിപ്പോൾ പൈൻ ട്രീസിൻ്റെ അടുത്തേക്ക് എത്തി. ഇവിടെയൊക്കെ ഷോപ്പുണ്ട് കേട്ടോ. എല്ലാ ഷോപ്പിലും ഇത് മദ്യം വരെ കിട്ടും ഇങ്ങനത്തെ ചെറിയ കടകളിലൂടെ. മാഗി, നൂഡിൽസ്, ഭയങ്കര റേറ്റാണ് ഇവിടെ. ഒരു പ്ലെയിൻ റൈസ് മേടിക്കണമെങ്കിൽ 100 രൂപയാണ്. ഒരു ചെറിയൊരു പോർഷൻ തൈരിന് വരെ 100 രൂപയാണ്. ഭയങ്കര റേറ്റാണ്. പിന്നെ ഇവിടെയൊക്കെ എല്ലാവരും മേടിക്കുന്ന ആൾക്കും അറിയാം.
ഈ പോകുന്ന വഴിയിലൊക്കെ അല്ലേ ഒരുപാട് ഹോം സ്റ്റേസും കോട്ടേജസും ഉണ്ട് കേട്ടോ. എന്തിനിപ്പോൾ നമ്മൾ പോകുന്ന ഈ വില്ലേജിൽ വരെ മെയിനായിട്ടുള്ളത് മൊത്തം ഓരോ കോട്ടേജസും കാര്യങ്ങളും. എന്തിന് മലയാളീസിൻ്റെ ഹോം സ്റ്റേ റിസോർട്ടും വരെ ഇവിടെ ഉണ്ട്. ഏത് മുക്കിലും മൂലയിലും പോയാലും. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് പേര് ഇവിടെ, ചെറിയ പയ്യന്മാരായിക്കോട്ടെ, ഒരുപാട് പേരിവിടെ പ്രോപ്പർട്ടീസ് നടത്തുന്നുണ്ട്. നമുക്ക് എവിടെ പോയാലും ഇവിടെ അറ്റ്ലീസ്റ്റ് മലയാളീസിനെ ഗസ്റ്റ് കണ്ടില്ലെങ്കിലും ഇവിടെ സ്ഥിരമായിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പം നമ്മുടെ ഫ്രണ്ട്സ് തന്നെ ഉണ്ട് പണ്ട് തൊട്ട് ഇവിടെ പ്രോപ്പർട്ടി നടത്തുന്നവരൊക്കെ ഓരോ വില്ലേജിലും. ഇതുണ്ട്, ഈ പട്ടീനെ കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. അവളുടെ ബാക്കിൽ പോകുന്നുണ്ട് പട്ടി വരെ, കോഴികളടുത്ത്. ഇവിടെ എല്ലാ പട്ടികളും നമ്മുടെ ലൈക്ക് നമ്മളിവിടെയൊക്കെ ട്രിപ്പ് വരുമ്പോൾ ഒരു പട്ടിയെങ്കിലും നമ്മളവിടെ കൂടും കേട്ടോ. നല്ല രസമാണ്. ആ, നല്ല രസമാണ്. ഭയങ്കര പാവം, ഭയങ്കര എന്താ പറയുക, വയലൻ്റെന്നല്ല ഇവിടുത്തെ പട്ടികളൊക്കെ. ഭയങ്കര പീസ്ഫുള്ളാണ്. നമ്മളെന്ത് തിന്നാനും കൂടി കൊടുക്കണ്ടെന്ന് പറയേ വേണ്ട. ഇപ്പോൾ ഈ ഷോപ്സൊക്കെ ഉണ്ടോ, ഈ ഷോപ്സൊക്കെ ഇപ്പോൾ ക്ലോസ്ഡാണ്. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തുറക്കും. ഇത് ഞാൻ കാണിച്ചാൽ ഇത് ഇവിടുത്തെ സാഹിബിൻ്റെ കഫയാണ്. പുള്ളി ഫ്ലാഗ് പോലും കിട്ടിയിട്ടില്ല. നമ്മുടെ നാട്ടിലെ തട്ടുകട വരെ മിനിമം സ്റ്റാൻഡേർഡ് ഉണ്ടാവില്ലേ, പക്ഷെ ഇവിടെ ഇതൊക്കെ മതി, ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇത് കണ്ടോ, ഇത് സാഹിബിൻ്റെയും മദാമേൻ്റെയും കഫേ കേട്ടോ. ഇവിടെ ഗ്യാസ് പോലെ നാട് ഇട്ടു തോന്നുന്നു. ഫുൾ സാധനങ്ങളുണ്ട്. സംഭവം ഇവിടെ ടൂർ വന്നായിരിക്കും, തിരിച്ചു പോകാൻ പൈസ ഇല്ലാണ്ട് ഇവിടെ കൂടി വയ്ക്കാം. അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ട്. ഇപ്പം നമ്മളിതേ മൊത്തം പൈൻ ട്രീസ് ആട്ടോ രണ്ട് സൈഡിലും. പിന്നെ റിവറിൻ്റെ സൗണ്ട് കേൾക്കാം നമുക്ക്, പാർവതി റിവറിൻ്റെ. ആ ടെൻറ്റിലൊക്കെ ഒരു ഫാമിലി സ്ഥിരതാമസം കേട്ടോ. ഒരു ചെറിയ കൊച്ച കടമുറ്റത്തിപ്പുണ്ട്. ഇവർ തണുപ്പത്തൊക്കെ എങ്ങനെയാണോ ഇവിടേക്ക് താമസിക്കുന്നത്, സമ്മതിക്കണവരൊക്കെ. പക്ഷെ ഇവിടെയുള്ള ഏറ്റവും മെയിൻ ഒരു സംഭവം എന്ന് വെച്ചാൽ ഒരു ഹോസ്പിറ്റലല്ലേ. പക്ഷെ ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ ഷോപ്പിൽ ഡോക്ടർ ഇരിപ്പുണ്ട്. പക്ഷെ എത്രത്തോളം ജെന്യൂനാണ് അവർ നമ്മളെ പറ്റിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഭയങ്കര അത്യാവശ്യമാണ്. കാരണം ഇത്രയും ടൂറിസ്റ്റ് വരുന്ന സ്ഥലമാണ്. നമുക്ക് പല ഹെൽത്ത് ഇഷ്യൂസും വരാൻ ചാൻസ് ഉള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്കൊരു ഹോസ്പിറ്റൽ വേണമെങ്കിൽ ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ കുളു അല്ലെങ്കിൽ മണാലി അല്ലെങ്കിൽ മിനിമം ബുന്തറെങ്കിലും എത്തണം. അല്ലാണ്ട് ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഫെസിലിറ്റിയേ ഇല്ല. അതുകൊണ്ട് ഇതൊക്കെ ചെറിയ ജ്യൂസ് കോർണർ ഷോപ്പാട്ടോ. നൈസാണ്. ഇത് കണ്ടോ, ഫുള്ള് പൈൻ ട്രീസാണ്. അതിൻ്റെ ബാക്കിലൊരു കൊടൂരമായൊരു മല എന്ന് പറഞ്ഞാൽ മൊത്തം പാറയല്ലേ. ഇവർക്ക് വീട് വെക്കാൻ ഇവിടെ ഈ കല്ല് പൊട്ടിച്ചാൽ പോരെ അല്ലേ, വേറൊരു ഇതും വേണ്ട. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഇങ്ങനെ വില്ലേജിൽ എത്താനായില്ലടാ. ഓൾമോസ്റ്റ് വില്ലേജ് എത്താനായിട്ടോ. അവിടെ കാണുന്നതാണ് വില്ലേജ്. വണ്ടിയുണ്ട്, ബൈക്ക്, ചെറിയ കാറൊക്കെ വരും. കാരണം കസോൾ ടൗണിൽ നിന്ന് വില്ലേജിലേക്ക് വരുന്ന വഴിയിലേക്ക് കയറുന്ന ഒരു ചെറിയൊരു ഇരുമ്പിൻ്റെ പാലമുണ്ട്. എനിക്ക് കറക്റ്റ് നമ്മുടെ ഒരു ആൾട്ടോ കാറൊക്കെ കയറുന്നൊരു സ്പേസേ ഉള്ളൂ. ജിപ്സിയൊക്കെ പോകുന്നുണ്ട് ഇവിടെ ഓരോ റിസോർട്ട് നടത്തുന്ന ആൾക്കാരുടെ കേട്ടോ. ഇപ്പം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വില്ലേജിൻ്റെയും ഈ ഒരു വാലിയുടെയൊക്കെ നല്ല റിവറിൻ്റെ വിസിബിലിറ്റി ഉള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടോ. റോഡ് കണ്ടോ, നമ്മൾ രാത്രി നടക്കുമ്പോൾ ശ്രദ്ധിക്കണം ശരിക്കും. ബോധമില്ലാണ്ട് കടന്നു കഴിഞ്ഞാൽ ഒന്ന് കാട് തന്നെ വേണം ഉറപ്പടിഞ്ഞെത്തും. വലിയ ഡെപ്തിൻ്റെ അല്ല, മൊത്തം പാറകളാണ്. എന്താ ഇവിടെ ഒരു KL വണ്ടി ഇരിപ്പുണ്ട് കേട്ടോ. കണ്ടിട്ട് ഗസ്റ്റിൻ്റെ വണ്ടി പോലെ ഇല്ല, ഈ പ്രോപ്പർട്ടി നടത്തുന്ന പറഞ്ഞ വണ്ടിയാണ്. മൊത്തം പൊടി പിടിച്ച് വലിയ മെയിൻ്റെനൻസ് ഇല്ലാണ്ടിരിക്കുക. അത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വണ്ടി പോലെ ഇല്ല. ലൈക്ക് ഇവിടെ തന്നെ സ്ഥിരമായിട്ടുള്ള ആളുടെ വണ്ടിയാന്ന് തോന്നുന്നു. ഈ വെള്ളം നല്ല കീടിന് നടപ്പായിരിക്കും കേട്ടോ. മലയിൽ മഞ്ഞുരുകി വരുന്ന വെള്ളമാണിത്. വില്ലേജിലൊക്കെ ഫുള്ള് പ്രോപ്പർട്ടീസ്, നല്ല കഫേസ്. ഇവിടെ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ശരിക്കും ഈ വില്ലേജിലേക്ക് അരമണിക്കൂർ നടക്കാനുള്ളൂ. പക്ഷേ പല വില്ലേജസും 9 കിലോമീറ്ററിലെ 10 കിലോമീറ്ററിലെ സ്റ്റീപ്പായിട്ടൊക്കെ നമുക്ക് കയറി പോകണം. കാരണം ഇങ്ങനത്തെ റോഡ് ഒന്നും ഉണ്ടാവില്ല, അങ്ങനത്തെ വില്ലേജാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ വില്ലേജിൽ നമുക്ക് എത്തിപ്പെടാൻ ഭയങ്കര എളുപ്പമാണ്. കണ്ട ഇവിടെ താഴെ കുറേ ഷാക്ക് കാണാൻ പറ്റുന്നില്ലേ, അവിടെയൊക്കെ സ്റ്റേ ഉണ്ട് കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെയൊക്കെ ഫാമിലീസായിരുന്നു. നമ്മളിപ്പോൾ വില്ലേജിലേക്ക് എൻ്റർ ചെയ്യാം കേട്ടോ. ഇവിടെയൊക്കെ ബിൽഡിങ്ങിൻ്റെ വർക്ക് കിടക്കുക. ഇവിടേക്കൊക്കെ ഒരു പണി സാധനങ്ങളെ കൊണ്ടുവരാനാണ് പാട്. എനിക്ക് പനിയായിട്ടേ ശ്വാസം മുട്ടുള്ളതുകൊണ്ട് ഈ കണ്ടിന്യൂസ് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇവിടെ റോഡ് കുറച്ച് സീനാട്ടെ, കാണിച്ചു തരാം. ഇതുണ്ടോ, ആകുള്ള വഴി ഇതാ. ഇവിടെ പെണ്ണ് ഇരിപ്പുണ്ട്, ആണോ അറിയില്ല.
അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ഈ വില്ലേജ് എത്തിയിട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഇവിടെ ഒരു മലയാളിനെയൊക്കെ പരിചയപ്പെട്ടായിരുന്നു. നല്ലൊരു അടിപൊളി പ്രോപ്പർട്ടി ഒക്കെ ഉണ്ട് പുള്ളിക്ക് ഇവിടെ. ഡോർമെറ്ററീസ്, നല്ല റൂമും റെസ്റ്റോറൻറ്റും മ്യൂസിക്കും DJയും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു പ്രോപ്പർട്ടി. ഇപ്പോൾ ഈ കഫേ കണ്ടോ, എന്ത് രസമാണ് കാണാനായിട്ട്. അത് ഈ ഒരു വാലിയിലൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഭംഗി ഫീൽ ചെയ്യുന്നത്. ഒരു 2 ഡ്രീം ക്യാച്ചർ തൂക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അടിപൊളിയാണ് അല്ലേടാ. രണ്ട് ഡ്രീം ക്യാച്ചറും മറ്റേ ബുദ്ധിസ്റ്റ് ഫ്ലാഗ് 2-3 കൂടെ തൂക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ കഫേസൊക്കെ വേറെ വൈബാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടി ഈ ഒരു വ്യൂവും കൂടി വരുമ്പോൾ ഉണ്ടല്ലോ അടിപൊളി. നിങ്ങൾ നോക്കിയേ, ഫുൾ പൈൻ ട്രീസാണ് കംപ്ലീറ്റ് ആയിട്ട്. എനിക്കാണ് പണ്ടൊക്കെ ഇവിടെ വീടുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹോം സ്റ്റേസും കാര്യങ്ങളും റെസ്റ്റോറൻറ്റ്സൊക്കെ ഉണ്ട് ഈ കഫേ, ഈ വില്ലേജിൽ വരെ. ഇതിപ്പോൾ നമ്മൾ വില്ലേജിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുന്നത് കണ്ടോ. ഫാമിലി ടൂറിസ്റ്റ് വരെ ഉണ്ട് ഇവിടെയൊക്കെ, ഒരുപാട് പേര്. കാരണം നോർത്തിലുള്ളവർ ഏറ്റവും കൂടുതൽ വരുന്ന, അല്ലെങ്കിൽ അവർക്ക് വരാൻ എളുപ്പം ഒക്കെ ഇങ്ങോട്ടൊക്കെയാണ്. ഞാൻ പറയാം, പഞ്ചാബിൽ നിന്നാണെങ്കിലും തൊട്ടടുത്ത് ചാണ്ഡീഗർ എവിടെ നിന്നൊക്കെയാണെങ്കിലും കൂടിപ്പോയാൽ 250-300 കിലോമീറ്ററേ ഉള്ളൂ, നല്ല റോഡ്. അപ്പോൾ ഇവർക്ക് വരാൻ സുഖമാണ്. ഇതിലേക്ക് ഒരു വീക്കെൻഡ് വേണേൽ വന്നു, ഒരു കുഴപ്പമില്ല. ഇതുണ്ടോ, ഇതൊക്കെ ഹോം സ്റ്റേ ആട്ടോ ഫുള്ളായിട്ട്. ഇവിടെ പുതിയ ബിൽഡിങ്സ് കെട്ടുന്നു. അതിൻ്റെ മുകളിൽ ഒരു 2-3 നില ബിൽഡിങ് അവന്മാർ കെട്ടിയിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ ലോക്കൽ പോപ്പുലേഷൻ ഭയങ്കര കുറവാണ്. എനിക്ക് 10-15 വീടുകളെന്തേ ഉള്ളൂ ഈ വില്ലേജിൽ ലോക്കൽസ്. ബാക്കിയൊക്കെ ടൂറിസ്റ്റ് സ്റ്റേ ചെയ്യാനുള്ള ഹോം സ്റ്റേസും റിസോർട്ടും കാര്യങ്ങളാണ്. പ്രോപ്പർട്ടി എനിക്ക് തോന്നുന്നു ഓൺ ചെയ്യുന്നതും കൂടുതലും വേറെ ആൾക്കാരാണ്. അതെ, ഇവിടുത്തെ ആൾക്കാരല്ല പ്രോപ്പർട്ടി നടത്തുന്നത്. ഇതുണ്ടോ, ഇത് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ലുക്കുള്ള ബിൽഡിങ്ങാണ്. നോർമലി ഇവിടുത്തെ ബിൽഡിങ്സ് ഒക്കെ എങ്ങനെയാണ്. പിന്നെ ഇത് കണ്ടോ, ഇതെന്ത് രസമാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ മൊത്തം നമ്മുടെ ഒരു മുട്ടിൻ്റെ ഹൈറ്റിന് എന്തൊക്കെ ചെടി നിൽപ്പുണ്ട്. നല്ല ഭംഗിയുടെ കാണാല്ലേ. ഗോതമ്പായിരിക്കും. അവൻ തിരിച്ചു വരുമ്പോൾ കാണിച്ചു കേട്ടോ അല്ലേ. അവിടെ മുമ്പ് കയറിയിട്ട് കണ്ടോ, 4 സീസൺ കഫേ സലാൽ. ഇതാ ഞാൻ പറഞ്ഞത്, നല്ല രസമില്ല കാണാനായിട്ട്. ഇവിടെ ഒരുപാട് മനോഹരമായിട്ടുള്ള വില്ലേജസ് ഉണ്ട് കേട്ടോ. നമ്മളെല്ലാം ഷൂട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചത്, പക്ഷേ നമ്മുടെ ഹെൽത്ത് അത് അനുവദിക്കുന്നില്ല. കാരണം നമുക്ക് ഹെൽത്താണല്ലോ മെയിൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാത്രി ഡൽഹിക്ക് കയറും. നമുക്ക് വേറെ ഓപ്ഷനില്ല. ഇവിടെ എന്തെങ്കിലും ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ഇന്ന് വെയിലില്ലാത്തതുകൊണ്ട് കാറ്റിന് നല്ല തണുപ്പുണ്ട്. ഇവിടെ ചെറിയൊരു അരുവി ഒഴുകുന്നുണ്ട്, പക്ഷേ വെള്ളമൊന്നും ക്ലിയർ അല്ല കേട്ടോ, മൊത്തം വേസ്റ്റാണ്. ഇതൊക്കെ ഇവിടുത്തെ ലോക്കൽസ് കേട്ടോ. ഈ ടൂറിസ്റ്റൊക്കെ വന്നിട്ട് ഇതുണ്ടോ, വെള്ളം ക്ലിയറാണ്. ആ പക്ഷേ ശരിയാ, വെള്ളം ക്ലിയറാണ്. പക്ഷേ റിവർ കണ്ടോ, ഫുള്ള് സീനാണ്, ഫുള്ള്. അതെ, സ്നഗ്ഗി ഡൈപ്പർ വരെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതൊരു കഫേ, ഫ്യൂഷൻ കഫേ. അത്യാവശ്യം നല്ല ആംബിയൻസ് ഉള്ള പ്രോപ്പർട്ടീസാണ്. എന്ത് രസം കാണാൻ. ഫ്രണ്ടിൽ ഫുള്ള് പൈൻ ട്രീസിൻ്റെ ചെങ്കുത്തായ മലകൾ. ഇവിടെ ഞാൻ പണ്ട് സ്റ്റേ ചെയ്തിട്ടുണ്ടോ? ഹായ്, ഫ്യൂഷൻ റിസപ്ഷൻ. അച്ഛേ കഫേ, യുവർ കഫേ ഈസ് ലുക്കിംഗ് ഗുഡ്. ഓ സോറി. പുള്ളി എല്ലാ കഫേനാണെന്നിട്ടാണ് പുള്ളിയോട്. എവിടെയോ എൽബിയും ഫസ്റ്റ് ടൈം കാസർഗോഡ് വരുമ്പോൾ സ്റ്റേ ചെയ്ത് എവിടെയാ കേട്ടോ ഇപ്പോൾ. ആ അതെ. ഇതൊക്കെ ഇവിടുത്തെ ഒരു കഫേ കേട്ടോ, സൺറൈസ് കഫേ ഹോം സ്റ്റേ. കിടില കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിൽ ചെറിയ ടെൻറ്റിങ് ഉണ്ട്, ചെറുതല്ല അത്യാവശ്യം നല്ല ടെൻറ്റിങ് ആണ്. ഫുൾ ആംബിയൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ചുമ്മാ കിടിലമാണ്. ഈ ഒരു സമയത്ത് ഇവിടെ വന്നാലും നല്ല കേട്ടോ, നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള തണുപ്പില്ല. പിന്നെ ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇത് കണ്ടോ, ഇത് ഈ വില്ലേജിൻ്റെ ഓൾമോസ്റ്റ് ഈ സൈഡിലെ എൻഡിലേക്ക് പോകുന്ന വഴി കേട്ടോ. സൺറൈസിൽ ഇങ്ങനെ കാണാനായിട്ട് ഭയങ്കര ചെങ്കുത്തായ മലകളും
കാര്യങ്ങളും എന്തൊരു സ്ഥലേ. ഹസ്കി നാടൻ ക്രോസ് ആണോ അത് ഒറിജിനൽ ഹസ്കി ആണോ? ഹസ്കിയാ. ഹസ്കി തന്നെ. ഇത് കണ്ടോ സ്ട്രീറ്റ് ഡോഗാ. ഇവിടുത്തെ സ്ട്രീറ്റ് ഡോഗ് ഹസ്കി. നമ്മുടെ നാട്ടിൽ കളിക്കാൻ 1 ലക്ഷം രൂപ വേണം മിനിമം. കൂടാണ്ട് ഇവന് AC നോക്കിയോ കണ്ടോ, വെറുതെ കളിക്കാൻ രണ്ടും കൂടിയിട്ട്. നല്ല ഡ്രസ്സ് കേട്ടോ. ഇവിടുത്തെ ഒരു പട്ടിന് കൊണ്ട് നാട്ടിലിട്ട് 30,000 രൂപ കിട്ടും. പക്ഷേ ഈ പ്രോപ്പർട്ടീസ് കേട്ടോ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ. ഇതൊന്നും അല്ല കേട്ടോ ഇവിടുത്തെ വില്ലേജിലെ. ഇതൊന്നും ഒരു വില്ലേജും അല്ല. വേറെ എത്രയോ മനോഹരമായിട്ടുള്ള വില്ലേജ് ഉണ്ട് ഇവിടെ ഒരുപാട്. ഞങ്ങൾ അതൊക്കെ വീഡിയോ എടുക്കാമെന്നൊക്കെ വെച്ചാൽ വന്നത്, പക്ഷേ ഹെൽത്ത് പറ്റാണ്ടായി. അതുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അവിടെ ചേച്ചി എന്താ നടന്നുണ്ട് കേട്ടോ, എന്തോ നമുക്കറിയാൻ പാടില്ല. ഇവിടെ ഈ ഒരു ഹോം സ്റ്റേ കണ്ടോ എന്ത് ഭംഗിയാണെന്നറിയോ. ഇതൊക്കെ ഒരു വിൻ്ററിൽ വരുമ്പോൾ നോക്കി ചുറ്റും മൗണ്ടെയ്ൻസ് മൊത്തം മഞ്ഞായിരിക്കും. എന്ത് രസമായിരിക്കും. നമ്മളോട് ഉള്ളവർക്ക് കൺസ്ട്രക്ഷനേ അല്ല, പക്ഷേ ഈ കൺസ്ട്രക്ഷൻ നമ്മളോട് ചെയ്താൽ നല്ല രസം ഉണ്ടാവും കേട്ടോ, അടിപൊളിയായിരിക്കും. ഇവിടെ ചെക്കന്മാർ ആകെ നോക്കി സൈക്കിൾ ഓടിക്കാൻ ഓടുക. ഇവിടുന്ന് ഓടിക്കും മുകളിൽ വരെ തള്ളി കയറ്റി കൊണ്ടുപോകും, പിന്നെ ഇവിടുന്ന് ഓടിക്കുക തന്നെ, വേറെ ഒന്നുമില്ല. ഇപ്പം ഞങ്ങളിവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോൾ തിരിച്ചു പോകട്ടോ. കാരണം ഞങ്ങൾക്ക് ബസ് 8:30. ഈ റിവറിൻ്റെ ഭംഗിയൊക്കെ നിങ്ങൾ എന്ത് രസമല്ലേ. ഫുൾ മൗണ്ടെയ്ൻസ്, കിടിലൻ റിവർ. ഞങ്ങൾ മിസ് ചെയ്യും കാസർഗോഡ് ഭയങ്കരമായിട്ട്. കാരണം നല്ലോണം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾക്ക്. ഹായ്. പുള്ളി എന്നോട് ചോദിച്ചാണ്ടോ തണുക്കുന്നില്ലേ? അതാ ചോദിച്ച പുള്ളി ജാക്കറ്റ് 2 ജാക്കറ്റ്. നമ്മൾ വന്നിട്ടേ കുറച്ച് ദിവസമായില്ലേ. ഇനിയിപ്പോൾ എല്ലായിടത്തും ഫുള്ള് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ. രാത്രി ആകുമ്പോഴത്തേക്കും ഒരുപാട് ഗസ്റ്റ് ഉണ്ട് ഇവിടെയൊക്കെ. ഒരുപാട് ഗസ്റ്റ് ഉണ്ട്, കപ്പിൾസ് ഉണ്ട്, ഫാമിലീസ് ഉണ്ട്, ഒരുപാട് പേരുണ്ട്. കാരണം ഇങ്ങനത്തെ ഒരു ലൈഫ് എൻജോയ് ചെയ്യാൻ, എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് ഇപ്പോൾ ഹിമാചലിൽ. നോർമലി ഈ മണാലി പോകുന്ന പോലെയല്ല. മണാലി പോയി നമ്മളൊരു പാരാഗ്ലൈഡിങ്ങോ റിവർ റാഫ്റ്റിങ്ങോ ഒക്കെ ചെയ്ത് നോർമൽ സൈറ്റ് സീയിങ് കഴിഞ്ഞ് വരുന്ന പോലെയല്ല. ഇങ്ങനത്തെ ഒക്കെ സ്ഥലത്ത് വരുന്നവർ ഇവിടുത്തെ ശരിക്കും ആ ലോക്കൽ ലൈഫ് ഭയങ്കര പീസ്ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാൻ വരുന്നവരാണ്. അതായത് ഇപ്പോൾ നമുക്ക് പല വില്ലേജിൽ മൊബൈൽ റേഞ്ച് ഉണ്ടാവില്ല, ചിലപ്പോൾ കറണ്ട് ഉണ്ടാവില്ല, 8-9 കിലോമീറ്റർ ട്രക്ക് ചെയ്യണം. അപ്പോൾ അതൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര എക്സ്പീരിയൻസാണ്. അതൊക്കെ ഇഷ്ടമുള്ളവരെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ ഒരു തിരക്ക് ഇപ്പോൾ ഇല്ല കേട്ടോ. ലൈക്ക് ഇപ്പോൾ സീസണായി വരുന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും അടിപൊളിയാണ്, നമുക്ക് ബുദ്ധിമുട്ടില്ലാത്തതാണ് ഇപ്പോൾ അത്യാവശ്യം തണുപ്പായിട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരമായി 5:30-6 മണി ആവാനായി. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ തണുക്കും. ഇപ്പോൾ രാത്രി ആയി കഴിഞ്ഞാൽ ഇവിടുത്തെ കാറ്റിന് ഭയങ്കര തണുപ്പാണ്. കാരണം ഇന്ന് രാവിലെയും സൂര്യൻ അല്ലെങ്കിൽ വെയിലൊന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് ചെറുതായിട്ടൊരു ഡ്രിസ്ലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം തണുക്കും. ഞാനാണെങ്കിൽ ഈ ഒരു ജാക്കറ്റ് മാത്രമേ ഇട്ടുള്ളൂ, ഉള്ളിൽ ടീഷർട്ട് പോലും ഇട്ടിട്ടില്ല. ഇത് കണ്ടോ ഓനേ ഏ ബനത്തെ എൻ്റെ അടി അവിടുത്തെ വ്യൂ എടുക്കാൻ വേണ്ടി നിന്നാ. അവരടി വിടാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ആ വീഡിയോ ആണ് എടുക്കണേന്ന് എൻ്റെ അളിയ ആ പെണ്ണ് വെച്ച്. ഞാൻ ആ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി കാണിക്കാൻ വേണ്ടി റെക്കോർഡ് ഉണക്കിയത്. അവർ വെച്ച് അവരടി വിടുന്ന കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ ഉണക്കുന്നത്. എൻ്റെ കോമഡി എന്താണെന്നറിയോ, ഇവര് നോർമൽ സംസാരിക്കുന്നു, ഇപ്പോൾ സംസാരിക്കുന്നത് നമുക്ക് ഒരുപോലെ അല്ലേ. അതെ സത്യം. അത് അവരുടെ ടോണാ. എന്താ പോകാൻ പറ്റില്ല അങ്ങോട്ട്. ഇതുണ്ടോ ഇത് വെറുതെ 4 പുല്ല് വെച്ചിട്ട് ഒരു ലൈറ്റ് ഇട്ടാ വൈബോട് വൈബ് സ്ഥലം. ഇതുണ്ടോ കാശ്മീരൊക്കെ മൊത്തം കുതിരയായിരുന്നെങ്കിൽ ഇവിടെ കഴുതയാ. ഇതിൽ പാവങ്ങളാ അല്ലേ ഓ ഇത് ഒരുപാടുണ്ടല്ലോ. ഈ സ്ഥലം നടന്നോ ഇതിൻ്റെ തട്ടി അപ്പുറത്തിട്ട് കഴിഞ്ഞാലേ പണിയുള്ളൂ. അതെ ഇത് ഒരുപാടുണ്ടല്ലോ. ആ ഈറ്റകൾ ചരക്കിന് വേണ്ടി തന്നെയാ. ഈറ്റകൾ മോയന്താണല്ലോ. നാളെ കഴുതാൻ വിളിക്കുന്നത്. അതിൻ്റെ പേരെന്താ? എന്ത് പേരിട്ടും കാര്യമില്ല, നിന്നെ കഴുതാന്ന് വിളിക്കുള്ളൂ. അയ്യോ ഇത് കണ്ടോ, ഇത് നമ്മൾ വരുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി വന്ന വഴി കേട്ടോ. ആ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ബൈക്ക് കൊണ്ടൊക്കെ പോവുകയാണെങ്കിൽ ശ്രദ്ധിക്കണതേ. രാത്രിയൊക്കെ ഒന്ന് തെന്നിയിട്ടോ വലിയ ഗ്രിപ്പില്ലല്ലോ. സ്കിഡായിട്ടൊക്കെ പോവാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. ഇത് കുറേ ഫാമിലീസാണല്ലേ.
ഈ ഫുൾ ഫാമിലീസ് എനിക്ക് വില്ലേജ് കാണാൻ വേണ്ടി പോയിരിക്കുമോ? ഇല്ലടാ പോയിട്ട് തിരിച്ചു വരുമോ? ഏത്? 6 മണി ആ വരുമായിരിക്കും. പിന്നെ അവിടെ സ്റ്റേ ഞാൻ പറയട്ടെ, ഇല്ലെങ്കിൽ ഇത്രയും പേരില്ലേ, എപ്പോ വേണേലും വരികയും ചെയ്യാം, എപ്പോ വേണേലും പോവുകയും ചെയ്യാം. ഈ സൈഡിൽ കൂടെ നോക്കണുണ്ടോ? ഇത് മൊത്തം പൊളിഞ്ഞു പോയിട്ട് അവർ പിന്നെ തട്ടിക്കൂട്ടി വെച്ചേക്കുന്നതാ. ഇതിൽ കൂടെ ജിപ്സിയൊക്കെ അടിച്ചു വിട്ട് കയറി പോകും. ഇതുണ്ടോ? അതിൻ്റെ മോളെ ചക്കമാരികൾക്ക് അതിലെ കളിക്കുറ ആ ഇയാൾ അടിച്ച് ഫിറ്റാട്ടോ, അടിച്ച് ലോസ്റ്റ് വെച്ചാ. ഇതാട്ടോ ചലാൽ വില്ലേജിൽ നിന്ന് നമ്മൾ കസോളിലേക്ക് എൻ്റർ ചെയ്യുന്ന മെയിൻ ബ്രിഡ്ജാട്ടത്. ഈ ബ്രിഡ്ജ് കൂടെ ഞാൻ പറയാം, കറക്റ്റ് ഒരു ചെറിയ കാറിന് കറക്റ്റ് പോവാം. ആ ഒരു ഗ്യാപ്പുള്ളൂ. ഇതിൽ കൂടെ നടക്കുമ്പോൾ തണുപ്പ് കൂടുതലാണ്. താഴെ പുഴയും കാറ്റും കൂടി അടിക്കുമ്പോൾ ഫുൾ വെള്ളമുള്ള സമയത്ത് സീനായിക്കോട്ടെ കാണാനായിട്ട്. ഇതാണ് കേട്ടോ കസോൾ ടൗണ്. നമ്മൾ ടൗണിൽ തന്നെ സ്റ്റേ ചെയ്യുന്നത്. ഒരു ഹോം സ്റ്റേ അല്ല, ലോഡ്ജ് ഇല്ലാത്ത ഒരു സെറ്റപ്പ്. നമുക്കിവിടെ റൂമിനായത് 2 പേർക്ക് 500 രൂപ കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല. അറ്റാച്ച്ഡ് ബാത്റൂം ആയിരിക്കില്ല എന്നേ ഉള്ളൂ. പക്ഷെ ചൂടുവെള്ളവും വൈഫൈയും കാര്യങ്ങളെല്ലാം ഉണ്ടോ? അതങ്ങനെ ചോദിച്ചേക്കണേ. ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടി ഇന്നലെ ലഡാക്കിൽ സഹായിക്കണേ. ഇതുണ്ടോ? ഇവിടുത്തെ ഷോപ്പുകളൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഞങ്ങൾ ആക്ച്വലി താമസിക്കുന്നത് ഈ സ്ട്രീറ്റിൻ്റെ ഉള്ളിലാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ റൂമിലൊക്കെ ഇരുന്ന് ബോറടിക്കാൻ നൈറ്റ് ആണെങ്കിലും നമുക്ക് ഇതിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇറങ്ങി നടക്കാം. നല്ല രസമാണ്. അടുക്ക ചായ കുടിച്ച് ഒരുപാട് ഇവരുടെ ടൈപ്പ് സാധനങ്ങൾ, ഈ വൂളൻ മെറ്റീരിയൽസ്, സോക്സ്, ജാക്കറ്റ്സ് എല്ലാം ഇവിടെ കിട്ടും കേട്ടോ. രസമാണ് പർച്ചേസ് ചെയ്യാനൊക്കെ. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ മേടിക്കാം. പിന്നെ നാട്ടിലിപ്പോൾ നല്ല പെരിഞ്ചൂടായതുകൊണ്ട് നമ്മളിവിടുന്ന് ഷോളോ ജാക്കറ്റൊന്നും മേടിച്ചു പോകുന്നൊരു കാര്യമില്ല. കാരണം വയനാട് വരെ ഇപ്പോൾ ഒടുക്കത്തെ ചൂടാണ്. ഇതിൻ്റെ ഉള്ളിലും കുറേ കഫേസും കാര്യങ്ങളും റെസ്റ്റോറൻറ്റ്സൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഷോപ്പുകൾ കൂടാണ്ട് ഇതൊരു അടിപൊളി കഫേയാണ്. ഇവിടെ നൈറ്റായാൽ നല്ല അടിപൊളിയാണ്. എവിടെ പോവാ? നമുക്ക് വെള്ളം കൂടി മേടിച്ച് നമ്മൾ റൂമിലേക്ക് പോട്ടോ. പിന്നെ ഓണടിച്ച് കൊല്ലും. നമുക്ക് പാക്ക് ചെയ്യണം, ഇറങ്ങണം, അതിനുള്ള സമയമുള്ളൂ.